എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോസ് വളരെ കുറവാണ് ഈ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്യുന്നത്. കാരണം പേഴ്സണലായിട്ട് ഒരുപാട് തിരക്കുകളുണ്ട്, നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരുപാട് തിരക്കുണ്ട്. മാത്രമല്ല ശബ്ദമൊക്കെ അടച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് നാട്ടിലൊന്ന് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മലമുകളിൽ വണ്ടി വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വൈബുള്ള ഒരു സമയമാണിത്. അപ്പോൾ ഇതൊരു കുന്നിൻ്റെ മേലെയാണ്. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മേലേക്ക് പോയെന്ന് പറഞ്ഞൊരു വീഡിയോ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തിരുന്നു. സെയിം സ്ഥലമാണ്, പക്ഷേ വൈബ് വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഈ കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് നടക്കാൻ വേണ്ടി വന്നതാണ്. ചെറിയ മഴ ചാറുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിങ്ങനെ മഴ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഈ ഒരു ഇത് കാണാൻ. ഇങ്ങനെ കോട ഇറങ്ങിയിട്ട് ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു മലയുടെ മേളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അപ്പം നമ്മൾ ചാനലിൽ വീഡിയോസ് വീണ്ടും റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ്സൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഐ മീൻ എൻ്റെ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഒരു എന്താ പറയുക, സ്വന്തമായിട്ട് എന്ത് സംഭവം തുടങ്ങിക്കഴിഞ്ഞാലും അതിൻ്റേതായ ഒരു സമയം എടുക്കുമല്ലോ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ആയിത്തീരാൻ പറ്റും. സോ അപ്പോൾ ഇപ്പം ഏകദേശം ആഴ്ചയിൽ 6-7 ദിവസം ഞാൻ വർക്കിംഗ് ആണ്. ഓക്കെ, വേറൊരു കമ്പനിക്ക് വേണ്ടിയും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ സ്വന്തം കമ്പനിക്ക് വേണ്ടിയും ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പം യൂട്യൂബ് നമ്മുടെ ഒരു സൈഡ് സംഭവമാണ്. പക്ഷേ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ സമയം കണ്ടുപിടിച്ച് എന്താ പറയുക, ഇന്നിപ്പോൾ ഒരു വൈകുന്നേരം ഏകദേശം 6 മണി 7 മണിയായി സമയം. പക്ഷേ ഇപ്പം ഇവിടെ എന്താ പറയുക, സൂര്യൻ അസ്തമിക്കാൻ ഒരു 8 മണി 9 മണിയൊക്കെ ആവും വിക്ടോറിയയിൽ. സോ അതുകൊണ്ട് തന്നെ വെളിച്ചമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്താ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആകുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ സമയം കൊടുക്കണം. നമ്മൾ അത്യാവശ്യം നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ആവാൻ പറ്റുള്ളൂ. സോ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം മാത്രമല്ല, നമ്മൾ ഏത് കാലത്തും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്കോ ജോലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രഷൻ നമ്മൾ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സാച്ചുറേറ്റഡ് ആയി പോകും. നമ്മുടെ കരിയർ ഒരു ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റിൽ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത്. കാരണം നമ്മൾ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പം, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡിലൊക്കെ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് സ്റ്റിൽ ആയി പോകും. പ്രോഗ്രഷൻ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആണ് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം എന്നൊക്കെ ഒരു ധാരണയൊക്കെ വരുന്നത്. ആക്ച്വലി ഞാനിത് തുടങ്ങി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ കമ്പനി മുന്നോട്ട് പോകാനുള്ള ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇൻകം വരുന്നുണ്ട്. അപ്പം ഓൾറൈറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ കൂടുതൽ ടൈം അതിനു വേണ്ടി കൊടുത്താൽ മാത്രമേ അതൊരു എന്താ പറയുക സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു സംഭവം സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ അതിനുവേണ്ടി കുറച്ചും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പം ഈ ഒരു വൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് കണ്ടോ, താഴേക്കൊരു കുന്നുപോലൊരു സംഭവമാണ്. ഭയങ്കര രസമല്ലേ? വലിയ തണുപ്പില്ല, ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചു പോവാം. ഇങ്ങനെ മലയുടെ മേലേക്ക് ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കോട ഇറങ്ങി കിടക്കുകയാണ്. നല്ലൊരു ഫോട്ടോഗ്രാഫിക് ടൈമാണ്. ഞാൻ ആദ്യം ഈ ഒരു സ്ഥലത്ത് വന്ന് വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു മഴ പെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ കോട ഇറങ്ങുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ജോലി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാനിവിടെ വന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു മഴ പെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മഞ്ഞിറങ്ങുന്ന സമയത്തോ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇന്ന് ഒരു ജോലി കഴിഞ്ഞ് ഒരു
കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മഴയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാം. ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു എന്താ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ടാവാം. എനിക്ക് പൊതുവേ മഴ എന്ന് പറഞ്ഞ ആ ഒരു കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. മഴ എപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം പെരുമഴയാണെങ്കിലും ചെറിയ മഴയാണെങ്കിലും ഇങ്ങനത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട കൂടുന്നുണ്ട്, മാത്രമല്ല ചെറുതായിട്ട് മഴയും കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കരിയർ റിലേറ്റഡ് വീഡിയോസൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഏതായാലും ഒരു ബ്രേക്ക് വന്നു പോയി. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇടയ്ക്ക് കയറി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിയുമ്പോൾ അതിനുള്ള ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഞാൻ തന്നെ ഉള്ളൂ. ഫാമിലി ഒരു മാസം 1.5 മാസം കഴിയുമ്പം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, തിരിച്ചിങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്, അവർ തിരിച്ചിങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പം കൂടുതൽ ടൈം അവർക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് ടൈമാണ് ഇവിടെ ഏറ്റവും ഇല്ലാത്ത ഒരു സംഭവം. ഓക്കെ, അത് ഇവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് കണ്ടെത്താൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. സോ ഇപ്പോൾ മേ ബി പാർട്ട്നേഴ്സിന് 2 പേർക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പം അവർക്കും കൂടെ ഉള്ള ടൈം കണ്ടെത്തേണ്ടി വരും. സോ അതൊക്കെ വലിയൊരു ചലഞ്ചാണ്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം ഈ ഒരു എൻവയൺമെൻറ്റ് നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം ഈ വീഡിയോയ്ക്കുള്ളൂ. എന്നെ കാണിക്കുക എന്നുള്ള ഉദ്ദേശമല്ല. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.